ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഉപ്പ് മധുരമുള്ളതല്ല, പക്ഷെ അതില്ലെങ്കിൽ ഭക്ഷണം രുചിയില്ലാതാകും. അതുപോലെ വാക്കുകൾ സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും ചേർന്നാൽ മാത്രമേ അതിന് അതിൻ്റെ സത്യസന്ദേശം പകരാനാകൂ. ഒരു കൊച്ചു പെൺകുട്ടി അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത്? അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, ഉപ്പ് മാത്രം കഴിച്ചാൽ അത് ശക്തമാണ്, എന്നാൽ അത് അളവിൽ ചേർക്കുമ്പോൾ മാത്രമേ ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ. വാക്കുകൾ തീരെ മധുരമുള്ളതാവുമ്പോൾ അതിന് ഗാഢതയില്ല, അതിശക്തമാകുമ്പോൾ അത് മുറിവേൽക്കും. പക്ഷേ കൃപയും സത്യവും ചേർന്നാൽ അതിന് ഉണർവ്, രോഗശാന്തി, ശക്തി, സമാധാനം എല്ലാം നൽകാനാകും. നമുക്കൊന്ന് ചിന്തിക്കാം. നാം സംസാരിക്കുമ്പോൾ നാം ഉയർത്തുന്ന വാക്കുകളിൽ ഈ 3 കാര്യങ്ങൾ ഉയരുന്നുണ്ടോ? അവ ജ്ഞാനത്തോടെ നയിക്കുന്നുണ്ടോ? അവയിൽ കൃപയും സത്യവും ചേർന്നതാണോ? നമ്മുടെ വാക്കുകൾ ഉപ്പ് പോലെ രുചിയുള്ളതാകട്ടെ, സൗമ്യവും ശക്തവും ജീവിതം മാറ്റുന്നതുമാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.